എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിപ്പം മുരുടേശ്വറിലാണുള്ളത്. മുരുടേശ്വർ ടെമ്പിൾ എവിടെ നിന്ന് നോക്കിയാൽ കാണാം, ഇത്രയും അടുത്താണ്. ഈ ഹോട്ടലിലാണ് ഇന്നലെ താമസിച്ചത്. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല മഴയുണ്ട്, എന്നാലും നമുക്ക് മുരുടേശ്വർ ടെമ്പിളിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. വാ. നാഷണൽ ഹൈവേ 66 ആണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. അവിടുന്ന് ബസ്സിനൊക്കെ വരുന്നവർക്ക് ഇവിടുന്ന് അകത്തേക്ക് ഓട്ടോ കിട്ടും. ഏകദേശം 1 കിലോമീറ്ററാണ് ഇവിടുന്നുള്ളത്. ഇതകത്തേക്ക് പോകുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. കണ്ടുക ഹിൽസ് എന്ന് പറയും സ്റ്റാച്യു ഇരിക്കുന്ന ആ ചെറിയ മലയ്ക്ക്. അതിൻ്റെ 3 വശവും അറബിക്കടലാൽ ചുറ്റപ്പെട്ടാണ്. ഇതാണ് മുരുടേശ്വർ ടെമ്പിളിൻ്റെ ഗോപുരമാണത്. ഏകദേശം 209 അടി പൊക്കമുണ്ട്. വെളുപ്പിനെ 3 മണി തൊട്ട് തന്നെ ഇവിടുത്തെ പൂജയും കാര്യങ്ങളെല്ലാം തുടങ്ങും. ആ സമയം തൊട്ടേ ഇവിടെ കയറാനായിട്ട് സാധിക്കും. ഇന്നിപ്പം നല്ല മഴയാണ്, എന്നാലും തിരക്കുണ്ട്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. കടലിൻ്റെ ഭാവം നമുക്ക് ഇതിലേ കയറുമ്പോൾ നമുക്ക് കാണാം. ഇതാണ് ഗോപുരം. വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഈ മഴയെ അവഗണിച്ച് തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ എടുത്ത് തരാനായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ 2 ആനയുടെ പ്രതിമ നമുക്ക് കാണാം. ഇതിൻ്റെ പൊക്കം, ഇതിൻ്റെ താഴെ അങ്ങോട്ട് വന്ന് നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കത് കൃത്യം മനസ്സിലാവും. തിരക്കായതുകൊണ്ടും മഴയായതുകൊണ്ടും ഞാൻ അമ്പലത്തിലേക്ക് കയറാൻ നിന്നില്ല. അവിടുന്ന് നേരെ ശിവ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ അമ്പലത്തിൻ്റെ അവിടുന്ന് നമുക്ക് ലിഫ്റ്റ് കിട്ടും ആ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകാനായിട്ട് കേട്ടോ. അവിടെ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ സ്റ്റാച്യു കാണാനായിട്ടുള്ള വ്യൂ കിട്ടും. ഇവിടെ ഒരു നന്ദിയുടെ പ്രതിമയുണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് ശിവ സ്റ്റാച്യുവിൻ്റെ തൊട്ട് താഴെയുള്ള അമ്പലം. പിന്നെ മഴയായതുകൊണ്ട് ഒരുപാട് ഷോട്ട് മിസ്സായിട്ടുണ്ട്. റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചതൊക്കെ അത് കറക്റ്റായിട്ട് റെക്കോർഡാകാഞ്ഞതോ ക്രാഷായതോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റാച്യുവിൻ്റെയും കുറേ അധികം വീഡിയോസ് മിസ്സായിട്ടുണ്ട് ക്യാമറയിൽ നിന്ന്. അതെങ്ങനെ സംഭവിച്ചു, എങ്ങനെ എൻ്റെ ടെക്നിക്കൽ റീസൺസ് എനിക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ട് എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുന്നു. സ്റ്റാച്യു ഓഫ് യൂണിറ്റി കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ മുരുടേശ്വറിലെ ഈ ശിവപ്രതിമ തന്നെയാണ്. 123 അടി ഉയരമുണ്ട് ഈ ശിവപ്രതിമയ്ക്ക്. നമുക്കിതിൻ്റെ അടുത്തൂടെ നടക്കുമ്പോഴത്തേക്കും കാണാം എത്ര പെർഫെക്ഷനോടെയാണ് ഇവർ ഓരോ കാര്യങ്ങളും ഇതുണ്ടാക്കിയിരിക്കുന്നതെന്നുള്ളത്. ആ മുടിയുടെ ഡീറ്റെയിലിങ്, ആ ഇരിക്കുന്ന തുകലിൻ്റെ ഡീറ്റെയിലിങ്, ആ പാമ്പ്, ഇതൊക്കെ വളരെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ.
നമ്മൾ ശിവപ്രതിമയുടെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഭാവത്തിൽ നിൽക്കുന്ന അറബിക്കടൽ നമുക്ക് കാണാം കേട്ടോ. ഇത്ര ശക്തമായിട്ടുള്ള മഴയിൽ അറബിക്കടലിൻ്റെ ഇങ്ങനെയുള്ള ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരം തന്നെയാണത്. മുരുഡേശ്വർ വേറൊരു കാര്യത്തിൽ കൂടെ വളരെ ഫേമസ് ആണ് സ്ക്യൂബ ഡൈവിങ്. അത് സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാവുന്ന ഏറ്റവും നല്ലൊരു ഏരിയ ആണ്. ക്യാപിറ്റൽ സിറ്റി ഓഫ് സ്ക്യൂബ ഡൈവിംഗ് എന്നാണ് മുരുഡേശ്വർ അറിയപ്പെടുന്നത് തന്നെ. അതുമാത്രമല്ല, ഇപ്പം ഈ മഴയായതുകൊണ്ട് ഇപ്പോൾ ഇല്ലായിരിക്കും, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അവർ പ്രകൃതിയൊക്കെ ഒരു അനുകൂലമാകുന്ന സമയത്ത് അവർ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യും. ഈ ദൂരെ കാണുന്നത് ഹോട്ടലുകളാണ്. ഇവിടെ വന്ന് അറബിക്കടലിൻ്റെ കാഴ്ചയും മുരുഡേശ്വറിൻ്റെ കാഴ്ചയും ഒരുമിച്ച് ആസ്വദിച്ച് താമസിക്കാൻ പറ്റുന്ന ഹോട്ടൽസ് ഇവിടെയുണ്ട്. തിരമാലകൾ വന്ന് ആ കല്ലിലിങ്ങനെ തട്ടി തെറിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ്. പക്ഷെ നമുക്കൊന്നും ഇപ്പം ബീച്ചിലേക്ക് ഇറങ്ങുന്നത് സേഫ് അല്ല. ഇത് ആർ.എൻ. ഷെട്ടിയുടെ പ്രതിമയാണ്. ഇദ്ദേഹമാണ് മുരുഡേശ്വറിൽ ഇത്രയും വലിയൊരു സ്റ്റാച്യു നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട ഫണ്ടും കാര്യങ്ങളും എല്ലാം ചെയ്യുവാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ മുരുഡേശ്വറിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർണാടക എപ്പിസോഡുകൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുരുഡേശ്വറിൻ്റെ കാഴ്ചകൾ തികച്ചും ഒരുപാട് മിസ്സായിട്ടുണ്ട്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.